തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിണവൂർ വാർഡിലെ NDA സ്ഥാനാർത്ഥിയോടൊത്താണ്. നമുക്ക് അതിന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? എന്റെ പേര് മണികണ്ഠൻ. NDAയുടെ സ്ഥാനാർത്ഥിയാണ്. NDAയുടെ ഘടകകക്ഷിയായ ശിവസേനയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ചിഹ്നം ഏതായിരിക്കും? നമ്മുടെ അമ്പും വില്ലുമാണ്. വില്ലും അമ്പും. ഇവിടെ ഘടകകക്ഷിയാണ്. അതെ, ചിഹ്നമാണ് നമ്മുടെ. ഓക്കെ, ആദ്യമായിട്ടാണ് മത്സര രംഗത്ത്? അതെ, അങ്ങനെ ആദ്യമായിട്ടാണ് മത്സരം. അല്ലാതെ രാഷ്ട്രീയ രംഗത്തുണ്ട്? 10-26 വർഷത്തോളം ഒരേ പ്രസ്ഥാനത്ത് നിൽക്കുകയാണ്. വരുന്ന 5 വർഷക്കാലം താങ്കൾ ജയിക്കുകയാണെങ്കിൽ ഈ വാർഡിലേക്ക് വേണ്ടി, കിണവൂർ വാർഡിലേക്ക് വേണ്ടി താങ്കൾ ചെയ്യുന്ന വികസന പ്രകടന പത്രികയല്ല ഞാൻ ചോദിച്ചത്. വികസനം എന്തായിരിക്കും? ഞാൻ ഈ ഗ്രഹസമ്പർക്കം നടത്തുന്ന സമയത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാം. കാരണം അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെയുള്ള LDFും UDFും പരിസര വാർഡാണ്. അപ്പോൾ അവിടെ ഞാൻ കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഏറ്റവും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഈ റോഡ് പൊളിഞ്ഞ്, പല റോഡുകളും പൊളിഞ്ഞ് ചില സ്ഥലങ്ങളിൽ ടാർ ചെയ്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ടാർ ചെയ്തിട്ടില്ല. അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ, അവർക്ക് സ്വാധീനമുള്ള, അവരുടെ വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളിലുള്ള കുറച്ച് ഏരിയകൾ റോഡ് ടാർ ചെയ്യുക, അല്ലെങ്കിൽ സിമെന്റ് ഇടുക, അത് കഴിഞ്ഞുള്ള സ്ഥലങ്ങൾ വെറുതെ ഇടുക. എന്റെ കാഴ്ചപ്പാടിൽ ജനപ്രതിനിധി എന്ന് പറയുമ്പോഴത്തേക്കും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഇപ്പൊ റോഡിന്റെ വിഷയം പറഞ്ഞു. റോഡ് ചില സ്ഥലങ്ങളിൽ വിട്ടുപോയ സ്ഥലങ്ങൾ താങ്കൾ ടാർ ചെയ്യാൻ വെള്ളക്കെട്ടുകൾ, വെള്ളം റോഡിലേക്ക് ഒഴുകി പകുതി സ്ഥലങ്ങൾ ടാർ ചെയ്തിട്ടുണ്ട്, ബാക്കി താങ്കൾ ചെയ്യുവാണോ? തീർച്ചയായിട്ടും. അത് എവിടെ അവരെന്നല്ല, എവിടെയായിരുന്നാലും ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഞാനുള്ള വാർഡിനകത്ത്, ഞാൻ എന്റെ പരിധിയിൽ വരുന്ന വാർഡിന്റെ ഏത് ഭാഗത്തായിരുന്നാലും റോഡുകൾ പൂർണ്ണമായിട്ടും, അതായത് ഇനി ഒരിക്കലും അങ്ങനെ ഒരു കേട് വരാത്ത രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അത് ചെയ്യും. അടുത്ത പ്രോജക്ട് എന്താണ്? ഞാനിവിടെ ഒന്ന് കണ്ടപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളും വളരെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതായത് ഉടമസ്ഥരില്ലാതെ, ചിലയിടത്തൊക്കെ ഒരു 50 സെന്റോളം വരും കൂട്ടിയിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഉടമസ്ഥരെ പോയി കാണുക, അവരുടെ അനുവാദത്തോടു കൂടി നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട്, കാട് പിടിച്ച കിടക്കുകയാണ്. ഈ കാട് പിടിച്ച കിടങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ടും കൃഷി ചെയ്ത് നല്ല രീതിയിലുള്ള ഹരിതകരമായിട്ടുള്ള, നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കൃഷി ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വാർഡിനകത്ത് തന്നെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു വലിയൊരു ആശയം എന്റെ മനസ്സിനകത്തുണ്ട്. തീർച്ചയായിട്ടും വേസ്റ്റ് മാനേജ്മെന്റ്, ഇവിടുത്തെ വേസ്റ്റ് ഇതേ വാർഡിൽ തന്നെ നിങ്ങൾക്ക് ഡംപ് ചെയ്യാനുള്ള സംവിധാനം താങ്കൾക്ക് ഉണ്ടായി കൊടുക്കാൻ പറ്റും? ഉണ്ടായി കൊടുക്കാം. അതിന് ഞാൻ പരിശ്രമിക്കും. അങ്ങനെ എന്തെങ്കിലും അത് സാധ്യതകൾ പഠിക്കണം. ഞാൻ ഈ വാർഡിൽ ആദ്യമായിട്ട് മത്സരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ അത് നാട്ടുകാരനാണ്. അപ്പം നമ്മളിത് പഠിച്ചതിന് ശേഷം, നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ 4-5 താമസിക്കുന്നത്. അപ്പം നമുക്കിത് പഠിച്ചതിന് ശേഷം അത് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഈ 5 വർഷക്കാലം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകാ വാർഡായി കിണവൂരിനെ മാറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ല. എല്ലാവരും താങ്ക് യു.